സെറ്റ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിവ് യുവർ ലൈഫ് നന്ദു. അപ്പോൾ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ട്രിപ്പിലായിട്ട് ഫെലിസിറ്റേഷൻ പ്രോഗ്രാമിന് പോയിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ ആ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ട്രെയിൻ ഇനി വൈകിട്ടാണ്, സോ നമ്മൾ ഹിൽ പാലസിൽ കൂടെ പോകാനായിട്ട് പ്ലാൻ ഉണ്ടെന്ന്. സോ ഹിൽ പാലസിൽ പോകുന്ന വ്ളോഗാണിത്. അവിടെ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ ഒന്ന് കാണാം. ആൻഡ് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സംഭവം ഇവിടെ നടന്നിട്ടുണ്ട്. സോ അത് ഞാൻ വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. നിങ്ങൾ ലാസ്റ്റ് വരെ ഒന്ന് കാണാം. അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ വേഗം വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി. ടിക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഒരാൾക്ക് 50 റുപ്പീസ് ആയിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് 10 റുപ്പീസും കൂടെ കൊടുക്കണം. പിന്നെ നമ്മൾ നടന്നായി കുളത്തിനടുത്തെത്തി. ആക്ച്വലി നമ്മൾ ആദ്യം വിചാരിച്ചു ഈ കുളം എന്ന് പറയുന്നത് ആ സിനിമയിൽ ലാലേട്ടൻ ഇങ്ങനെ കുളിച്ചിട്ടൊക്കെ കയറി വരത്തില്ല, ആ കുളമാണെന്ന്. പക്ഷെ ഇത് അതല്ല കേട്ടോ. പക്ഷെ ഇത് കാണാൻ നല്ല അടിപൊളി ഭംഗിയായിരുന്നു. നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. പിന്നെ നമ്മൾ നടന്ന് മെയിൻ സ്റ്റെപ്സിൻ്റെ അവിടെ എത്തി. നമുക്ക് ആക്ച്വലി മെയിൻ സ്റ്റെപ്സ് വഴി കയറാം. അതല്ലെന്നുണ്ടെങ്കിൽ ആ സിനിമയിൽ ലാലേട്ടൻ മറ്റേ കാർ ഓടിച്ച് പോകുന്നൊരു വഴിയില്ലേ, റോഡ് പോലെ, അതുവഴി വേണമെങ്കിൽ നമുക്ക് നടന്ന് കയറാം. ഈ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഇവിടുത്തെ ഓരോ മുക്കുമൂലയും കാണുമ്പം ആ തുടക്കത്തിലിട്ട പാട്ടില്ലേ, ആ ട്യൂൺ ഉണ്ടല്ലോ, ആ ട്യൂൺ മാത്രമായിരുന്നു മനസ്സിൽ ഫുൾ ടൈം. അങ്ങനെ നമ്മൾ പാലസിൻ്റെ അകത്ത് കയറി. ഇതിൻ്റെ അകത്ത് നിൽക്കുന്ന ഓരോ മൊമെൻറ്റും ഭയങ്കര ഒരു റോയൽ ഫീലാണ് ഓഫ് കോഴ്സ്. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു സ്ഥലം ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഒരു മ്യൂസിയം ആയിട്ടാണ്. അതായത് ഈ കൊട്ടാരത്തിൻ്റെയും പിന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് കൊട്ടാരങ്ങളുടെയൊക്കെ ഇൻഫർമേഷൻസും അവരൊക്കെ യൂസ് ചെയ്തിരുന്ന സംഭവങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്തൊരു മ്യൂസിയം. പിന്നെ ഇവരിവിടുത്തെ ടൈൽസ് പോലും മാറ്റിയിട്ടില്ല ഗൈസ്. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സോ നമുക്കിവിടെ നിൽക്കുമ്പം ആ സിനിമയിലെ ഓരോ രംഗങ്ങളും നമുക്ക് ഓർമ്മ വരും. പിന്നെ ഇതാണ് നമ്മൾ പണ്ട് കഥകളിലൊക്കെ ആയിട്ടുള്ള രാജ്യസഭയൊക്കെ കൂടുന്ന ആ ഒരു മീറ്റിംഗ് പ്ലേസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതാ ഈ ഇരിക്കുന്നതാണ് നമ്മൾ പണ്ട് കേട്ടുള്ള സിംഹാസനം. ഇത് ഫുള്ള് സിൽവറിൽ ചെയ്തെടുത്തിട്ടുള്ള സിംഹാസനമാണ് ഗൈസ്. ഈ കാണുന്ന ടൈൽസ് ഒക്കെ ഇല്ലേ, ഇത് 3000 വർഷം പഴക്കമുള്ളതാണെന്നാണ് ഇവർ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ കാണുന്നത് ഒറിജിനൽ ആയിട്ടുള്ള ആനക്കൊമ്പാണ് ഗൈസ്. ഇവിടെ നമുക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ടൊക്കെ ദിസ് വേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കും. സത്യം പറഞ്ഞാൽ ഇല്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്കിവിടെ വഴിതെറ്റി പോകും ഗൈസ്. കാരണം അത്രയ്ക്ക് കോംപ്ലിക്കേറ്റഡ് ആണ് എൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. പിന്നെ ഈ കാണുന്ന ഒരു വഴി കാണുമ്പം എല്ലാവർക്കും ഓർമ്മ വരുന്നത് ആ സിനിമയുടെ ക്ലൈമാക്സിൽ ശ്രീദേവി ഓടി വരുന്നതായിരിക്കും അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവിടെ കുറേ ചരിത്രങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഫുള്ളായിട്ടിരുന്ന് വായിക്കാനൊന്നും നമുക്ക് സമയം കിട്ടിയില്ല, കുറച്ചൊക്കെ വായിച്ച് മനസ്സിലാക്കി. പിന്നെ ഈ കാണുന്നത് ശരിക്കും പണ്ടത്തെ രാജാക്കന്മാരും രാജ്ഞിമാരൊക്കെ യൂസ് ചെയ്തിട്ടുന്ന പല്ലക്കുകളാണ് ഗൈസ്. ഞാനിതൊക്കെ സിനിമയിൽ കണ്ടുള്ള ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. പിന്നെ ഇതിനകത്ത് ഇരുന്ന് പോകാൻ നല്ല രസമാണെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഇത് പിടിച്ചോണ്ട് പോകുന്നവരെ സമ്മതിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ധീരയിലെ ക്ലൈമാക്സ് സീനാണ് ഗൈസ് ഓർമ്മ വന്നത്. നിങ്ങൾക്ക് എന്താണ് ഓർമ്മ എന്ന് പറയണം കേട്ടോ. പിന്നെ ഇനിയാണ് മക്കളെ ഹൈലൈറ്റ്. ഇതൊരു പണിഷ്മെന്റ് ചെയ്യുന്നൊരു സംഭവമാണ്. പണ്ടത്തെ കൊടും കുറ്റവാളികളെയൊക്കെ ഈ ഒരു ഇരുമ്പിന്റെ ഈ ഒരു സെല്ല് പോലത്തെ സംഭവത്തിനകത്ത് അവർ കെട്ടിയിട്ടേക്കും. എന്നിട്ട് ഒരുപാട് ആൾക്കാരുള്ള സ്ഥലത്ത് കൊണ്ട് തൂക്കിയിടും. അപ്പോൾ എന്നിട്ട് അവർക്ക് ഫുഡും വെള്ളവും ഒന്നും കൊടുക്കത്തില്ല, അങ്ങനെ തന്നെ ഇട്ടേക്കും. അങ്ങനെ കിടന്നൊരു മരിച്ചുവാണ് ചെയ്യുന്നത്. ഈ ശിക്ഷയൊക്കെ ഇപ്പോൾ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ നാടൊക്കെ എന്നേ നന്നായി പോയനല്ലേ. അങ്ങനെ നമ്മൾ പാലസിൽ നിന്ന് ഇറങ്ങി. അപ്പോഴാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സംഭവം സംഭവിച്ചത്. ഞാൻ പൊതുവേ സീരിയൽസ് ഒന്നും കാണാറില്ല ഗൈസ്, കാരണം മിക്കതിലും കരച്ചിലും പിന്നെ പട്ടുസാരിയെ കൊടുത്ത് നടക്കില്ല, അതൊക്കെയാണല്ലോ. പക്ഷെ അതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ഭയങ്കര ലൈഫുള്ള ഒരു സിനിമ പോലെ തോന്നിക്കുന്ന ഒരു സീരിയൽ ഞാൻ കണ്ടു. അപ്പോൾ അതിനുശേഷം ഞാനും എൻ്റെ ഫാമിലിയൊക്കെ അത് കാണാൻ തുടങ്ങി. ഭയങ്കര ഒരു അടിപൊളി സീരിയലാണ് ഗൈസ്. മഴ തോരും മുമ്പേ എന്നാണ് സീരിയലിൻ്റെ പേര്. അപ്പം അതിലെ ആക്ടേഴ്സിൻ്റെ ഒക്കെ ഫാൻസാണ് ഞങ്ങൾ. അപ്പോൾ അതിലെ ആക്ടേഴ്സിനെ ഇവിടെ വെച്ച് കണ്ടു. പിന്നെ ഫുള്ള് കോമഡി ആയിരുന്നു. നന്ദന ഞങ്ങളുടെ ഫെലിസിറ്റേഷന് വന്ന സിഎയുടെ ചാർട്ടേഡ് അക്കൗണ്ടൻസി. ഞാൻ സിഎ ഫൈനൽ സ്റ്റുഡന്റ് ആണ്. ആണോ? ഞാൻ സിഎ ഇന്റർ ഇപ്പൊ ഫെലിസിറ്റേഷന് വന്നതാ ഇവിടെ. ഭയങ്കര സന്തോഷം. ആയിക്കോട്ടെ നമുക്ക് സന്തോഷം. ഇങ്ങനെയുള്ള നമ്മളെ ഈ കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം. ഓക്കെ, ചാനലിന്റെ പേര് ലിവ് യുവർ ലൈഫ് നന്ദു. ഓക്കെ നന്ദു, നിങ്ങൾ ജയിലിൽ ഇറങ്ങോ? രേവതിക്കുട്ടി രോഹിത് കോംബോ കാണാൻ വെയിറ്റിംഗ് ആണോ? ഓക്കെ, രണ്ടുപേരും ഞങ്ങൾ ഇറക്കുന്നില്ല. ഞാൻ കണ്ടില്ലായിരുന്നു. എന്നെ ആരാധകർ മിസ് ചെയ്യും. ആണോ?
ഓക്കെ. നന്ദുവിനൊരു സെൽഫി എടുക്കണമെന്ന് പറഞ്ഞു. നന്ദു ആ നന്ദു ഇതാണ് അവനെ ജയിലിലിടുന്നത്. ഓക്കെ ബൈ ബൈ. അവൻ നന്ദന. അപ്പോഴത്തേക്കും നന്ദു ഓക്കെ ബൈ. അവനെ ഒരു ഇത്ര സ്നേഹത്തോടെ എന്നെ പോലും വിളിച്ചിട്ടില്ല. ഓക്കെ ബൈ ബൈ ബൈ. അങ്ങനെ അവരെ കണ്ടിറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ ഫുൾ ഹാപ്പി ആയിരുന്നു ഗൈസ്. കാരണം ഒന്നാമത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ആക്ടേഴ്സിനെ നേരിട്ട് കാണാൻ പറ്റി. പിന്നെ അത് മാത്രമല്ല അവരുടെ സീരിയൽ നമുക്ക് എന്തുമാത്രം ഇഷ്ടമാണെന്ന് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റി. പിന്നെ അതും മാത്രമല്ല അവർ ഇങ്ങോട്ടാണെങ്കിൽ ഭയങ്കര വൈബും കമ്പനിയൊക്കെ ആയിരുന്നു. അപ്പം അതുകൊണ്ട് ഭയങ്കര രസമായിരുന്നു ഗൈസ്. പിന്നെ അത് മാത്രമല്ല ഇവരെ കാണുന്ന റീൽ ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടപ്പോൾ അതിപ്പോൾ തന്നെ 7 ലക്ഷത്തിൽ കൂടുതൽ വ്യൂസ് ആയിട്ടുണ്ട്. അപ്പോൾ അതും ഭയങ്കര സന്തോഷം നൽകിയ കാര്യമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം ഏറ്റവും കൂടുതൽ പേര് കാണുന്ന സീരിയലാണ് മഴതോരും മുമ്പേ. നിങ്ങൾ കണ്ടില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മഴതോരും മുമ്പേ എന്ന് പറയുന്ന സീരിയൽ കണ്ടു നോക്കുക. ഞാൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും. ഇനിയാണ് ഗൈസ് നമ്മൾ നേരത്തെ പറഞ്ഞ ശരിക്കും ലാലേട്ടനും സുധീഷനും സംസാരിക്കുന്ന ആ ഒരു കുളത്തിലോട്ട് നമ്മൾ പോകുന്നത്. ഈ ഒരു വഴി കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാക്കാണ് ആ ഒരു കുളത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. കാരണം ഈ വഴിയൊക്കെ അത്രയ്ക്ക് നമ്മുടെ മനസ്സിൽ രജിസ്റ്റർ ആയി കിടക്കുകയാണ്. പക്ഷേ നമുക്ക് അവിടെ ഇറങ്ങാനൊന്നും പറ്റത്തില്ല. ഇങ്ങനെ ഗ്രില്ലിട്ട് അടച്ചു വെച്ചിരിക്കുകയാണ്. അത് കണ്ടാൽ തന്നെ നമുക്കറിയാം ഒരുപാട് നാളായിട്ട് ആരും ഇറങ്ങിയിട്ടില്ല. ആ ഒരു സ്റ്റേജിലാണ് അത് കാണാനിരിക്കുന്നത്. പക്ഷേ ഇതിങ്ങനെ കാണുമ്പോഴില്ലേ ശരിക്കും ലാലേട്ടനും സുധീഷ് അവിടെ നിന്ന് സംസാരിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ആ ഒരു ഇമേജ് തന്നെയാണ് മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. കാരണം നമ്മുടെ ട്രെയിനിൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ കാണാനുള്ള കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് കണ്ടു തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് ആ ഒരു കുളത്തിൻ്റെ ഒരു പുറത്തെ ലുക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെയാണത് പുറത്ത് കാണാനായിട്ട് ഇരിക്കുന്നത്. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, നേരെ അവിടുന്ന് തൃപ്പൂണിത്തുറ നമ്മുടെ മെട്രോ സ്റ്റേഷനിലോട്ട് വന്നു. അവിടുന്ന് നമുക്കിനി എറണാകുളം സൗത്ത് സ്റ്റേഷനിലോട്ട് പോകണം. അവിടെ നമുക്ക് ഉടനെ ട്രെയിൻ ഉണ്ട്. ഇത്തവണത്തെ ഈ ഒരു ട്രിപ്പിൽ നമുക്ക് എല്ലാം കറക്റ്റ് പെർഫെക്റ്റ് ടൈമിംഗ് ആയിരുന്നു. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയെന്നെങ്കിൽ നമുക്ക് വണ്ടിയൊന്നും കിട്ടത്തില്ലായിരുന്നു. അങ്ങനെയായിരുന്നു. പക്ഷെ കറക്റ്റായിട്ട് എല്ലാം കറക്റ്റ് സമയത്ത് എത്തി. ഒരു സെക്കൻഡ് പോലും നമുക്ക് എവിടെയും വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടൊന്നും വന്നില്ല. അങ്ങനെ ഒരു ഇത്തവണത്തെ ട്രിപ്പ് ഫുള്ള്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഭയങ്കര യാത്രാക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫാമിലിക്ക് വീഡിയോ ഷെയറും കൂടെ ചെയ്ത് കൊടുത്തേക്കുക. അതുപോലെ നിങ്ങളുടെ എല്ലാ ഒപ്പീനിയൻസും താഴെ കമൻറ്റും കൂടെ ചെയ്തേക്കുക. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ എടുത്ത് നോക്കുക. എൻ്റെ ചാനൽ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആൻഡ് എൻ്റർടൈനിങ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട്. അതെല്ലാം കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഉടനെ അടുത്തൊരു ഇൻഫോർമേറ്റീവ് അല്ലെങ്കിൽ എൻ്റർടൈനിങ് വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.